കൃതികൾ വായിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിവരം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. വിവരം ഉണ്ടായിട്ട് എന്താ കാര്യമൊന്നും അത്ര നിശ്ചയമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം വലിയ വലിയ കൊലപാതകികളൊക്കെ വൻ വിവരശാലികളാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം. ഏറ്റവും വലിയ ഉത്തരം പറഞ്ഞ ഒരാൾ രമണ മഹർഷിയോടൊരു ചോദ്യം ചോദിക്കേണ്ട ഒരിക്കൽ. രമണ മഹർഷിക്ക് വളരെ കുറച്ച് വിദ്യാഭ്യാസമേ ഉള്ളൂ. സ്കൂൾ വിദ്യാഭ്യാസം തന്നെ മൂപ്പര് പൂർത്തിയാക്കിയില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അദ്ദേഹത്തോടൊരിക്കൽ ചോദിച്ചു, ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ്? മറ്റുള്ളവരെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുക, അവരെ കൈകാര്യം ചെയ്യുക? രമണ മഹർഷി ചെറിയൊരു ഉത്തരമാണ് പറഞ്ഞത്, there is no other. അതറിയില്ല. ഒരു ഏറ്റവും ആഴത്ത് അങ്ങേയറ്റം കണ്ട ഒരാൾക്ക് പറയാവുന്ന ഉത്തരം ലഘുവായിട്ട് അദ്ദേഹം പറഞ്ഞു തീർത്തു. ഈ സാധ്യത നമുക്ക് നൽകുന്നു എന്നതാണ് വാസ്തവത്തിൽ വായനയുടെ വിശാലമായ ഒരു മാനദണ്ഡം. ആ വായനയിലേക്ക് കടക്കുക വഴി, അതുകൊണ്ട് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് കേവലം വസ്തുതാശേഖരങ്ങളോ കേവലം വിവരത്തിലേക്കുള്ള വഴികളോ അല്ലെങ്കിൽ ഭൂതകാലത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണ സാമഗ്രിയോ എന്നതിനപ്പുറം രണ്ട് വലിയ ദൗത്യങ്ങൾ മനുഷ്യരെ സംബന്ധിച്ച് നിറവേറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കപ്പെടാത്തത്. ഒരു ഭാഗത്ത് അതൊരു വ്യക്തിയെ പറ്റത്തിലൊരാൾ എന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാളാക്കി മാറ്റുന്നു, ഒരു വ്യക്തിയെ ആന്തരികതയുള്ള ഒരാളാക്കി മാറ്റുന്നു. ഇന്റേണാലിറ്റി എന്ന് വിളിക്കുന്ന ആന്തരികമായ ഒരാഴം വ്യക്തിക്ക് നൽകിക്കൊണ്ട് വ്യക്തികളെ അതുവരെ ഉണ്ടായിരുന്ന പറ്റാവസ്ഥയിൽ നിന്ന് ഒറ്റയിലേക്ക്, താൻ മാത്രം എന്ന ഒരു ആന്തരികതയുടെ പുതിയ ഒരു മണ്ഡലത്തിലേക്ക് പുസ്തകങ്ങൾ ആധുനികതയോടൊപ്പം മനുഷ്യരെ പ്രവേശിപ്പിച്ചു. മനുഷ്യ ജീവിതത്തിൽ ആധുനികത കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റമായി പലപ്പോഴും പറയാറ് ഇൻഡിവിജ്വൽ എന്ന എൻറ്റിറ്റിയെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതുവരെ ആൾക്കൂട്ടാണ്, അതുവരെ പറ്റങ്ങളാണ്. ഈ പറ്റങ്ങളിൽ നിന്ന് ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്വകീയമായ അസ്തിത്വമുണ്ടെന്നും തന്നെപ്പോലെ താൻ മാത്രമെന്നും തനിക്കപ്പുറമുള്ളവരെല്ലാം തന്നെപ്പോലെ തന്നെ ഭിന്ന ഭിന്ന പ്രകൃതങ്ങളുള്ളവരാണെന്നും ഈ വൈവിധ്യങ്ങൾക്കിടയിലുള്ള സാജാത്യം കൊണ്ടാണ്, സാമാന്യത കൊണ്ടാണ് സാഹോദര്യം സാധ്യമാവുക എന്നുമുള്ള തിരിച്ചറിവാണ് ആധുനികത ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന്. അതുകൊണ്ടാണ് ആധുനികതയുടെ ഹൃദയതത്വമായിട്ട് സാഹോദര്യം വന്നത്. സാഹോദര്യം എന്നത് സമാന പ്രകൃതങ്ങൾ തമ്മിലുള്ള ഐക്യമല്ല, വ്യത്യസ്തതകൾക്കിടയിലുള്ള ഐക്യമാണ്. ഈ വ്യത്യസ്തതകൾക്കുള്ളിൽ മാത്രമേ സാഹോദര്യം സാധ്യമാവുള്ളൂ. അങ്ങനെ വ്യക്തികളെ ആന്തരികതയുള്ള, അവരവരിൽ സവിശേഷതയുള്ള എ തിങ് ഇൻ ഇറ്റ് സെൽഫ്, അതിൽ തന്നെ പൂർണ്ണതയുള്ള യാഥാർത്ഥ്യങ്ങൾ എന്ന ഒരു പ്രകൃതത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ആന്തരികതയും ആഴവുമുള്ള മനുഷ്യരുടെ ഒരു ലോകം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആധുനികതയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവന. ഇതേ സന്ദർഭത്തിൽ തന്നെ ഈ മനുഷ്യർ ചേർന്നുണ്ടാകുന്ന സാർവലൗകികമായ ഒരു സാഹോദര്യ ബോധത്തെ, സാർവത്രികതയുടെ ബോധത്തെ അത് മറുഭാഗത്തുണ്ടാക്കുകയും ചെയ്തു. ഈ രണ്ട് തലങ്ങളിലേക്കും ഒരുപോലെ വേരാഴ്ത്തി നിൽക്കാൻ കഴിഞ്ഞ, ഭൂമിയുടെ ആഴത്തിലേക്ക് വേര് പടർത്തി ആകാശത്തേക്ക് ഇങ്ങനെ ശാഖോപശാഖകൾ വിടർത്തി നിൽക്കുന്ന ഒരു മഹാവൃക്ഷത്തിന്റെ ഛായ വാസ്തവത്തിൽ ഈ പുസ്തകത്തിനുണ്ട്. അത് വ്യക്തിയുടെ ആന്തരികതയിൽ ആണ്ടുകിടക്കുന്നുണ്ട്. അത് മനുഷ്യവംശ സാഹോദര്യത്തോളം വലുതാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് കാൾ സാഗൻ പറഞ്ഞ വാക്യത്തിന്റെ പൊരുൾ. A mere look into a book, you will hear the voice of another person, perhaps dead for 1,000 years എന്ന് അദ്ദേഹം പറയുന്നു. 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ മണ്ണടിഞ്ഞു പോയ ഒരാളുടെ ശബ്ദം അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മെ തേടിയെത്തുന്നു. അതിൽ നാം ജീവിക്കുന്നു. നമ്മുടെ അനുഭവത്തിന് ആ വാക്യം കൂടുതൽ പൊരുൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു സാമൂഹികമായ ദൗത്യം നിറവേറ്റാൻ പുസ്തകങ്ങൾക്ക് കഴിഞ്ഞതുപോലെ പുസ്തകങ്ങൾക്ക് മുമ്പോ പുസ്തകങ്ങൾക്ക് ശേഷമോ ഉള്ള ഉപകരണങ്ങൾക്കോ മനുഷ്യരുടെ ആവിഷ്കാര സാമഗ്രികൾക്കോ അതേ അളവിൽ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് മനുഷ്യന്റെ സഹജാവസ്ഥയുടെ ഒരു തുടർച്ച പോലെ പുസ്തകം മാറിക്കഴിഞ്ഞു എന്ന് ഉംബർട്ടോ എക്കോ നിരീക്ഷിക്കുന്നത്. ആ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു. നിശ്ചയമായും പുസ്തകങ്ങളുടെ ഈ ലോകം ഇന്ന് ആ ആഴത്തിൽ നിന്ന് മറ്റൊരു തരം പരപ്പിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. ആ സംശയങ്ങൾക്കെല്ലാം ശേഷവും പുസ്തകങ്ങളുടെ ഒരു പെരുപ്പത്തിന്റെ നടുവിലാണ് ഒരുപക്ഷെ നാം ജീവിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ധാരാളമായിട്ട് ഈ കാലത്ത് വരുന്നുണ്ട്. പക്ഷെ ആ പെരുപ്പങ്ങൾക്കെല്ലാം ശേഷവും പുസ്തകങ്ങൾ അവയുടെ ഈ അടിസ്ഥാനപരമായ വലിയ സാമൂഹ്യ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിക്കൊണ്ട് തുടരുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.
രണ്ടിനും രണ്ട് തരത്തിലുള്ള പ്രാധാന്യം ഉണ്ട് എന്നാണ് തോന്നുന്നത്. രണ്ടും നിരർത്ഥകമാണെന്ന് നാട്ടുകാർക്ക് തോന്നാൻ കേട്ടോ. എങ്കിലും രണ്ടിനും രണ്ട് തരത്തിലുള്ള പ്രാധാന്യം ഉണ്ടെന്ന് കരുതുന്നു. എഴുത്തിന്റെ ഒരു ഭാഷാരീതിയും എഴുത്തിലെ ആശയാവിഷ്കാരങ്ങളുടെ രീതിയും താരതമ്യേന ഒരു നിശ്ചിത സ്വഭാവമുള്ള ഒരു വായനാ സമൂഹത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാവരെയും നമ്മൾ ലക്ഷ്യം വെക്കില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ഒരു വായനാ സമൂഹത്തെ നമ്മൾ കാണും. അവർക്ക് വേണ്ടിയാണ്, അവരെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ ഒരു വായനാ സമൂഹമായിട്ട് അപ്പുറത്തുള്ളത്. പക്ഷെ സംസാരിക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സുനിശ്ചിത സ്വഭാവമുള്ള ഒരു കേൾവി സമൂഹമല്ല. ഒരു കവലയിൽ പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് കവലയിൽ കപ്പലിൽ നിൽക്കുന്ന ആളും കേൾക്കുന്നുണ്ടാവും, പ്രസംഗം കേൾക്കാൻ വന്ന ഒരു പ്രൊഫസർ ഉണ്ടാവും. അപ്പൊ ഈ രണ്ടറ്റത്തും പോയി വരിക എന്നുള്ളത് വാസ്തവത്തിൽ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ദീർഘകാലത്തെ പരിശീലനം കൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ആകാൻ പറ്റിയത്. ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു ഫലിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലൊരു പ്രസംഗകരെ കുറിച്ച് പറയുന്ന ഒരു ഫലിതം, ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണെന്ന് പറഞ്ഞ് പുള്ളി ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ ആ ഭാഗത്തെ ആളുകൾ മുഴുവൻ പോകും, ഈ ഭാഗത്തേക്ക് വരികയാണെന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെ ആളുകൾ മുഴുവൻ പോകും എന്നൊരു ഫലിതം ഞങ്ങളുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഇത് പ്രസംഗത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം പ്രസംഗത്തിന്റെ കേൾവി സമൂഹം വളരെ എന്താ പറയാ മൾട്ടി ലെയർഡാണ്, പല തട്ടുകളുണ്ട്. അതുകൊണ്ട് പ്രസംഗ ഭാഷയ്ക്ക് ഈ പല തട്ടുകളോടുള്ള ഒരു വിനിമയ ശേഷി വേണം. അത് വളരെ സാമാന്യമായി കാര്യങ്ങൾ പറയണം. അതേസമയം ആ സാമാന്യതയിൽ മാത്രം മുന്നിൽ നിന്നാൽ കൂടുതൽ കായികഗൗരവത്തോടെ ഒരു വിഷയം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിലധികം നേരം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രണ്ട് ലെയറുകളിലേക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ പോയി മടങ്ങാൻ പറ്റുക എന്നുള്ളത് പ്രസംഗ ഭാഷ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എഴുത്തിൽ പക്ഷെ അത് വേണ്ടെന്ന് മാത്രമല്ല, അങ്ങനെയായാൽ എഴുത്തിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയുമില്ല. എഴുത്ത് ഒരു സ്റ്റാൻഡേർഡ് തീരുമാനിച്ചിട്ട് ആ ഭാഷയിലെ നിങ്ങൾക്ക് എഴുതി പോകാൻ പറ്റും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയലാടിക്കൊണ്ടിരിക്കുന്ന ഭാഷ എഴുത്തിനൊട്ടും സ്വീകാര്യമല്ല. പ്രസംഗത്തിന് പക്ഷെ അത് അനിവാര്യവുമാണ്. അതുകൊണ്ടാണ് ഈ തമാശയെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ആളുകൾ ശ്രദ്ധിക്കില്ല എന്ന് തോന്നുമ്പോൾ ഒരു തമാശ പറഞ്ഞാൽ പിന്നെ ആളുകൾ കുറച്ചു നേരം ശ്രദ്ധിക്കും. ആ ശ്രദ്ധയുടെ അക്കൗണ്ടിൽ കുറച്ചു നേരം കൂടി നമ്മൾ കാര്യം പറയും, ശ്രദ്ധ പോകുമ്പോൾ വീണ്ടും എന്തെങ്കിലും വലുതും പറയും. അങ്ങനെയാണ് നോക്കിയത് കൊണ്ടുവരാനായിട്ട് പറ്റുക. അത് പക്ഷെ ഒരു പരിശീലനമൊന്നുമല്ല കേട്ടോ, ദീർഘകാലം കൊണ്ട് ഉണ്ടായി വന്ന ഒരു കാര്യം എന്നേ പറയാം. ഇനി ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൈ ഉയർത്താവുന്നതാണ്. എൻ്റെ പേര് ജിജു എന്നാണ്. എനിക്കറിയാൻ ആഗ്രഹമുള്ളത്, സാർ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിലെ എസൻസ് ഉൾക്കൊള്ളുന്നത്, എന്താണ് സാറിൻ്റെ ഒരു ടെക്നിക്ക്, അതറിയാൻ ആഗ്രഹം. അല്ല, ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കാലം വരെ വായിച്ചതിനോട് ചേർത്തതിനെ വായിക്കുക എന്നാണ്. ആ പുസ്തകം മാത്രമല്ല. കാരണം ഒരു പുസ്തകത്തിൽ നോക്കൂ, ഞാനിപ്പോൾ പറഞ്ഞ ആന്റിഗണിയിലെ ഒരു വാക്യമോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഒരു വാക്യമോ വായിക്കുമ്പോൾ അത് മാത്രമായിട്ടല്ലല്ലോ. നമ്മൾ ഇക്കാലം വരെ വായിച്ചതും നമ്മൾ ഇക്കാലം വരെ അനുഭവിച്ചതും ആർജിച്ചതും ഒക്കെയായ ധാരണകൾക്കുള്ളിൽ വെച്ചിട്ടാണല്ലോ നമ്മളിത് വായിക്കുക. അതുകൊണ്ട് വായിക്കുന്ന ഏത് പുസ്തകവും വായിച്ചതിനേക്കാളൊക്കെ ആ പുസ്തകത്തെക്കാളൊക്കെ വളരെ വലുതാണ്. പണ്ട് നമ്മുടെ ഒരു കവി പാട്ടിനെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചെന്ന് പറയാം എഴുതിയ ഒരു വരിയുണ്ട്. ദ മ്യൂസിക് വി ഹേറ്റ് ടുഗദർ വാസ് മോർ ദാൻ മ്യൂസിക്. നാം ഒരുമിച്ച് കേട്ട പാട്ടിനേക്കാളും വലുതായിരുന്നു എന്ന് പറയും. പാട്ടിനേക്കാളും വലുതായത് നീ കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ പാട്ട് മാത്രമല്ല, അത് നീയും കൂടി ചേർന്ന പാട്ടാണ്. അത് പാട്ടിനെ വലുതാക്കി എന്നതുപോലെ ഒരു കൃതി നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകമായിട്ടല്ല വായിക്കുക, മറിച്ച് ആ പുസ്തകത്തിലേക്ക് വന്നുകൂടുന്ന നാനാതരം ധാരണകളുണ്ട്. അപ്പൊ നിങ്ങൾ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചു തുടങ്ങുമ്പോൾ പെരുവഴി അമ്പലം എന്ന് ആദ്യത്തെ അധ്യായത്തിന്റെ ശീർഷകം വായിക്കുന്നു. ആ പെരുവഴി അമ്പലം എന്ന ശീർഷകത്തിലേക്ക് നിങ്ങൾക്ക് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടും ഒരു ദിനം എന്ന വരിയെ ചേർത്ത് വെച്ചാൽ ഒറ്റയടിക്ക് അതിന്റെ പ്രപഞ്ചം വളരെ വലുതാവും. അതല്ല പെരുവഴി അമ്പലം എന്ന് വെച്ചാൽ ഒരു സത്രാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരു വാക്യത്തിൽ നിന്ന് മനുഷ്യാനുഭവത്തിന്റെ ഒരുപാട് പ്രതലങ്ങളിലേക്ക് കടക്കാം. ഒരു വാക്യത്തെ ഒരു വാക്യം മാത്രമായിട്ടും കാണാം. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ വായന എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്.
ആ കൃതി ഒരു കാര്യം പറയുന്നു, നമ്മൾ വായിക്കുന്നു, ഇതിനിടയിൽ ഏതെല്ലാമോ നിലയിൽ ഈ പറയുന്ന വിനിമയങ്ങൾ നടക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിലൊരാളായ ഗദാമർ എന്ന് പറയുന്ന ഒരു ഹെർമന്യൂട്ടിക്സിൽ, വ്യാഖ്യാനശാസ്ത്രത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് ഗദാമർ. ഈ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ് എന്നൊരാശയം അവതരിപ്പിക്കുന്നുണ്ട്. എഴുത്തും വായനയും ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നതാണ്. എഴുതപ്പെട്ട കൃതിയിൽ ഒരു ചക്രവാളമുണ്ട്. അത് എഴുതപ്പെട്ട കാലം, അതിന്റെ അനുഭവ ലോകങ്ങൾ എല്ലാം ചേർന്നൊരു ചക്രവാളം. വായനയുടെ സന്ദർഭത്തിൽ മറ്റൊരു ചക്രവാളത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങളുടെ, നമ്മുടെ അറിവിന്റെ, നമ്മുടെ ധാരണയുടെ ഈ രണ്ട് ചക്രവാളങ്ങൾ തമ്മിലുള്ള സംയോജനത്തിലാണ് വായന സംഭവിക്കുന്നത്. അല്ലാതെ ടെക്സ്റ്റ് അതേപടി വായിക്കുകയല്ല, നമ്മൾ മാത്രമായിട്ട് വായിക്കുകയല്ല. നമ്മൾ വായിച്ചതുണ്ടാവും, നമ്മൾ വായിച്ചതിൽ നമ്മളെക്കാൾ മുമ്പ് ഒരുപാട് പേർ വായിച്ചുണ്ടാക്കിയ അർത്ഥാനുഭൂതികളും ഉണ്ടാവും. ഇപ്പൊ കുമാരനാശാനെ നിങ്ങൾ ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടൊന്നും വായിക്കാൻ പറ്റില്ല. കുമാരനാശാനെ 100 കൊല്ലം മലയാളി വായിച്ച വായനയുടെ അനുഭവ ചരിത്രത്തിനുള്ളിൽ വെച്ചേ വായിക്കാൻ പറ്റൂ. ആ പുഷ്പമേ എന്ന് തുടങ്ങുന്ന സമയത്ത് വെറുതെ ഒരു വാക്കായിട്ട് വരില്ല. ആ വാക്ക് ഈ ചരിത്രഭാരം മുഴുവൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ആദ്യം വായിച്ച ആൾക്ക് ഈ ഭാരമൊന്നുമില്ല, പക്ഷെ ഇപ്പൊ വായിക്കുന്ന ആൾക്ക് ഈ ഭാരമുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലാസിക്കുകളെ കുറിച്ച് ആദ്യ വായന തന്നെ പുനർവായനയാണെന്ന് പറയുമല്ലോ. വെരി ഫസ്റ്റ് റീഡിങ് ഇറ്റ് സെൽഫ് എ റീഡിങ് എന്ന് പറയും. ആദ്യം വായിക്കുമ്പോൾ തന്നെ പുനർവായനയാണ്. കാരണം നമ്മുടെ വായനയുടെയും അനുഭവത്തിന്റെയും ഒരു ചരിത്രത്തിൽ അതിങ്ങനെ പടർന്നു കിടക്കുന്നുണ്ടാവും. ആ പടർച്ചയ്ക്ക് പുറത്തു വെച്ച് ഒറ്റക്കൊരാൾക്കായിട്ട് അത് വായിക്കാൻ പറ്റില്ല. ഇത് ക്ലാസിക്കുകൾ മാത്രമല്ല, വാസ്തവത്തിൽ ഒരു കൃതിയും നിങ്ങൾക്ക് അത് മാത്രമായിട്ട് വായിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ആശയ പരിസരങ്ങൾ, അനുഭവ മണ്ഡലങ്ങളൊക്കെ വേറെ വേറെയായിട്ട് പല ഛായകളായിട്ട് ചുറ്റുവട്ടത്ത് പടർന്നു കിടപ്പുണ്ടാവും. അത് നമ്മൾ അറിയണമെന്നൊന്നുമില്ല, പക്ഷേ അതവിടെ ഉണ്ടാകും. ആ ഉണ്ടാകലിലൂടെയാണ് വാസ്തവത്തിൽ ഇത് വലുതാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഓരോ വായനയും, അതാ ഞാൻ ആദ്യം പറഞ്ഞ കാൾസാഗന്റെ വാക്യം, എ ഗ്ലാൻസ് അറ്റ് എ ബുക്ക് യു വിൽ ഹിയർ ദ സൗണ്ട് ഓഫ് അനദർ പേഴ്സൺ. അല്ലാതെ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കുകയല്ല, മറിച്ച് മനുഷ്യവംശത്തിന്റെ ഒരു ശബ്ദ സഞ്ചയത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കേൾക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഏത് വായനയിലും അങ്ങനെ ഒരു തലമുണ്ട്. അതുകൊണ്ട് വായന ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആവണത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളെ വായന ഒറ്റയ്ക്കല്ലാണ്ടാക്കും. കാരണം നിങ്ങളൊരു കൃതി വായിക്കുമ്പോൾ മറ്റാരുടെ അനുഭവത്തിലേക്ക് ചേരുകയാണല്ലോ, മറ്റേതോ ജീവിതസ്ഥാനത്തേക്ക് ചേരുകയാണല്ലോ. മനുഷ്യർ ആത്യന്തികമായി വിട്ടുകളയാൻ ഏറ്റവും പ്രയാസമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവനെയാണെന്ന് പറയാം. ബാക്കിയെല്ലാം വിട്ടുകളയാം. സമ്പത്ത് വിട്ടുകളയാം, അധികാരം വേണ്ടെന്ന് വയ്ക്കാം, പദവി വേണ്ടെന്ന് വയ്ക്കാം, പണം വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ ഈ തന്നെ വിട്ടുകളയാൻ വലിയ പ്രയാസമാണ്. തന്നെ വിട്ടുകളയാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് വായന. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളല്ല, നിങ്ങൾ വായിക്കുമ്പോൾ മറ്റാരാണ്. കുറ്റവും ശിക്ഷയും വായിക്കുമ്പോൾ റാസ്കൽ ലിക്കഫാണ്, അന്ന വായിക്കുമ്പോൾ അന്നയാണ്. അങ്ങനെ മാറാൻ കഴിയുമെന്നത് വായന തരുന്നൊരു വലിയ സാധ്യതയാണ്. അത് ഉപേക്ഷിക്കരുത് എന്നത് പ്രധാനമാണ്. സാറിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. സാറ് ചെറുതായിരുന്നപ്പോൾ മുതലേ പ്രസംഗം പറയുമായിരുന്നു. സാർ എത്രാമത്തെ വയസ്സിലാണ് വായനയെ ഗൗരവമായിട്ടെടുത്തത്? നീ അത് വിടാൻ പാവില്ല അല്ലെ? അത് നല്ലതാ. ഒരാളെ പിടിച്ചെടുത്ത് നിർത്തണം. ഞാന് പ്രസംഗം അങ്ങനെ കുട്ടിക്കാലം മുതലേ പ്രസംഗമൊന്നുമില്ല കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സ്കൂൾ ലെവലിൽ. അന്നൊന്നും ഞാനൊരു പ്രസംഗകനല്ല. ഞാൻ കൗതുകമുള്ള ഒരു കാര്യം പറയാം. ഞാൻ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പ്രസംഗ മത്സരങ്ങളിൽ കാര്യമായിട്ടൊന്നും വിജയിച്ചിട്ടില്ല. ഒരു തവണ മാത്രമാണ് എനിക്ക് പ്രസംഗ മത്സരത്തിൽ ഒരു തേർഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കവിത എഴുത്തിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. 3 തവണ മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൽ കവിത എഴുത്തിന് 1ാം സ്ഥാനം കിട്ടിയ ആളാണ് ഞാൻ. നിങ്ങളുടെയൊക്കെ ഭാഗ്യത്തിന് ഞാൻ പിന്നെ കവിത എഴുതിയില്ല. കാരണം ഞാൻ ആ കാലത്ത് നന്നായി കവിത വായിച്ചിട്ടില്ല. എം.എക്ക് പഠിക്കുമ്പോൾ ഞാൻ പിന്നെ വൈലോപ്പിള്ളി വായിച്ചു, എടശ്ശേരി വായിച്ചു, അങ്ങനെ കുറെ കുമാരനാശാനൊക്കെ വായിക്കുന്നത് എം.എക്കാണ്. അപ്പൊ പിന്നെ ഞാൻ തീരുമാനിച്ചു ഈ പണി നമ്മൾ എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അതോടെ കവിത എഴുത്ത് നിർത്തി. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഈ കാവ്യ ഭാഷ എന്ന് പറയുന്നത് ഉള്ളിൽ കയറി. വൈലോപ്പിള്ളിയുടെയോ എടശ്ശേരിയുടെയോ ആശാന്റെയോ ഒക്കെ പ്രയോഗങ്ങൾ വലിയൊരു പദസഞ്ചയം ഉള്ളിൽ കയറി. ഒരു നിർണായക സന്ദർഭത്തിൽ നിങ്ങൾ വിസ്തരിച്ച് പ്രസംഗിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ ഫലപ്രാപ്തി അതിന് പര്യാപ്തമായ ഒരു 2 വരി കവിത ഉദ്ധരിച്ചാൽ കിട്ടും. അങ്ങനെ കവിതയുടെ വേറൊരു ഡയമെൻഷൻ വാസ്തവത്തിൽ പ്രസംഗത്തിലുണ്ട്. ഞാൻ വാസ്തവത്തിൽ പ്രസംഗത്തിലേക്ക് വന്നത് പ്രസംഗമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ക്ലാസ് മുറികളിൽ ക്യാമ്പയിനിങ്ങിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് പലതും പറഞ്ഞാണ് വാസ്തവത്തിൽ പ്രസംഗത്തിൽ ഒരു ശീലം കിട്ടിയത്. പിന്നെ MA ഒക്കെ കഴിഞ്ഞ കാലം മുതൽ ഏതാണ്ട് ഒരു MA കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാലം, ഒരു 20-22 വയസ്സായപ്പോഴാണ് പൊതുപ്രസംഗം തുടങ്ങിയത്. അപ്പൊ കഴിഞ്ഞൊരു 30-35 കൊല്ലമായിട്ട് ഇത് ഓടുന്നു എന്നേ പറയാനുള്ളൂ.
അതിൽ സഹജമായൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ കേട്ടോ. ആദ്യകാലത്തൊക്കെ എൻ്റെ പ്രസംഗം കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. എൻ്റെ അടുത്ത് കാരശ്ശേരി മാഷ് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിന്റെ പ്രസംഗം മനസ്സിലായില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണ്. അതുകൊണ്ട് ആളുകൾ സഹിക്കുന്നതാണ് എല്ലാവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. എന്തായാലും അങ്ങനെ അത് പോകുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു 5-10 വർഷം കൊണ്ട് ഈ അക്കാദമിക പ്രസംഗത്തിൽ നിന്ന് സാമൂഹിക വിഷയങ്ങൾ പറയാൻ നിർബന്ധിതനായി തീർന്ന ഒരു സാഹചര്യം കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഉണ്ടായി. അപ്പൊ കൂടുതലായിട്ട് കവലകളിൽ നിന്ന് പറയേണ്ടി വരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പലിന്റെ കച്ചവടക്കാരനെയും കൂടെ കൂട്ടണം, പ്രൊഫസർമാരെയും പണ്ഡിതന്മാരെയും മാത്രമല്ല. അപ്പൊ അവരോട് സംസാരിക്കാന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വലിയ പദാവലികൾ കൊണ്ടൊന്നും പറ്റൂല. പക്ഷെ ഈ ആശയം അവരിലെത്തണം. അങ്ങനെ കനപ്പെട്ടതെന്ന് കരുതുന്ന അക്കാദമിക ആശയങ്ങളെ പൊതുസമൂഹത്തിന്റെ ഒരു സാമാന്യതയിലേക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭാഷ പതിയെ ഇവോൾവ് ചെയ്ത് വന്നു. അതെങ്ങനെ വന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ പതിയെ അത് വരികയും ഇപ്പൊ കുറച്ചൊക്കെ അതിനൊരു ഫലപ്രാപ്തി ഉണ്ടെന്ന് പറയാം. എല്ലാം വ്യക്തമായി എന്നൊന്നും പറഞ്ഞുകൂടാ, എങ്കിലും അങ്ങനെ ഏകദേശം വ്യക്തരായും തോന്നുന്നു. ഇനിയിപ്പോ ഇട്ടേക്കണം.